ഡീമൺ സ്ലെയറിൽ സൺ ബ്രീതിങ്ങിന് താഴെയായിട്ട് വരുന്ന 5 മെയിൻ ബ്രീതിങ് സ്റ്റൈലിൽ ഒന്നാണ് തണ്ടർ ബ്രീതിങ്. തണ്ടർ ബ്രീതിങ് അല്ലെങ്കിൽ ലൈറ്റ്നിങ്ങിനെ മിമിക്കുന്ന ഈ ഒരു ബ്രീതിങ് സ്റ്റൈലിൽ ടോട്ടലായിട്ട് 6 ഫോംസാണ് ഉള്ളത്. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെ ഫോമാണ് തണ്ടർ ക്ലാപ്പ് ആൻഡ് ഫ്ലാഷ്. ഇവിടെ യൂസർ ലൈറ്റ്നിങ് സ്പീഡിൽ ഒരു ഫോർവേഡ് സ്ലാഷാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ഫോമിൽ തന്നെ 3 വേരിയേഷനും വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് 6 ഫോൾഡ്. ഇവിടെ തണ്ടർ ക്ലാപ്പ് ആൻഡ് ഫ്ലാഷ് 6 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് പെർഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ വേരിയേഷനാണ് 8 ഫോൾഡ്. ഇവിടെ 6ന് പകരം 8 പ്രാവശ്യം തണ്ടർ ക്ലാപ്പ് ആൻഡ് ഫ്ലാഷ് ഉപയോഗിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇനി വരുന്ന മൂന്നാമത്തെ വേരിയേഷനാണ് ഗോഡ് സ്പീഡ്. തണ്ടർ ക്ലാപ്പ് ആൻഡ് ഫ്ലാഷിൻ്റെ ബാക്കിയുള്ള എല്ലാ വേരിയേഷനെയും കമ്പയർ ചെയ്യുമ്പോൾ പവർഫുള്ളും ഫാസ്റ്റുമായത് ഈ ഒരു വേരിയേഷനാണ്. ഇനി വരുന്ന രണ്ടാമത്തെ ഫോമാണ് റൈസ് സ്പിരിറ്റ്. ഇവിടെ യൂസർ 5 ആർച്ചഡ് ആയിട്ടുള്ള സ്ലാഷസിനെ ഒരേ സമയം ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഫോമാണ് തണ്ടർ സ്വാം. ഇവിടെ യൂസർ തൻ്റെ ഓപ്പണൻറ്റിനെ ലൈറ്റ്നിങ് വേവ്സിൽ സറൗണ്ട് ചെയ്തിട്ട് എല്ലാ ഭാഗത്തിൽ നിന്നും അറ്റാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ ഫോമാണ് ഡിസ്റ്റൻറ്റ് തണ്ടർ. ഇവിടെ യൂസർ മൾട്ടിപ്പിൾ ലൈറ്റ്നിങ് വേവ്സിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ലോങ് ഡിസ്റ്റൻസിലുള്ള ടാർഗറ്റിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ ഒരു ഫോമിനെ കാണിച്ചിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ ഫോമാണ് ഹീറ്റ് ലൈറ്റ്നിങ്. ഇവിടെ യൂസർ ലോങ് ഡിസ്റ്റൻസിൽ ഒരു അപ്വേർഡ് സ്ലാഷാണ് ഉപയോഗിക്കുന്നത്. ഇനി ആറാമത്തെ ഫോമാണ് റംബിൾ ആൻഡ് ഫ്ലാഷ്. ഇവിടെയും യൂസർ ലോങ് ഡിസ്റ്റൻസിൽ മൾട്ടിപ്പിൾ ലൈറ്റിംഗ് സ്ട്രൈക്സ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ മറ്റുള്ള ഫോംസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചുകൂടി പവർഫുള്ളാണ്. ഇനി ലാസ്റ്റായിട്ട് ഒരു ഫോം കൂടിയുണ്ട്. അത് സെനിറ്റ്സു തന്നെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തൊരു ഫോമാണ്. അതിൻ്റെ പേരാണ് ഫ്ലെയിമിംഗ് തണ്ടർ ഗോഡ്. ഇവിടെ സെനിറ്റ്സു ടാർഗറ്റിന് നേരെ ഒരു സിംഗിൾ ഫോർവേഡ് സ്ലാഷാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഈ ഒരു ഫോമിൽ അവൻ്റെ സ്പീഡും സ്ട്രെങ്ത്തും എക്സ്ട്രീംലി ഹൈ ആയിരിക്കും. ഓപ്പണൻറ്റിന് റിയാക്ട് ചെയ്യാനുള്ള ടൈം പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയേ തണ്ടർ ബ്രീതിങ്ങിൻ്റെ ഫോംസിനെ പറ്റി പറയാനുള്ളൂ. ഇനി യൂസേഴ്സിലേക്ക് വരുമ്പോൾ 3 പേരാണ് ഇതിൽ നോൺ യൂസേഴ്സായിട്ട് വരുന്നത്: ജിഗോറോ, കുവായ്ചീമ, കൈഗക്കു, സെനിറ്റ്സു. ഇനി സൺ ബ്രീതിങ്ങിൽ നിന്ന് തണ്ടർ ബ്രീതിങ് ഡിറൈവായി വന്ന പോലെ തണ്ടർ ബ്രീതിങ്ങിൽ നിന്ന് പിന്നെ ഒരു ബ്രീതിങ് സ്റ്റൈൽ കൂടി ഡിറൈവ് ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് സൗണ്ട് ബ്രീതിങ്. അപ്പോൾ ഇത്രയേ തണ്ടർ ബ്രീതിങ്ങിനെ പറ്റി പറയാനുള്ളൂ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.